ഹായ് നമസ്കാരം. നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ജനറൽ റീഡിംഗ് എടുക്കാം. ഈ വൃശ്ചിക മാസം എല്ലാവർക്കും എങ്ങനെയായിരിക്കും? നമ്മുടെ മണ്ഡലകാലമല്ലേ, എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ ടാപ്പ് ചെയ്യാൻ സാധിക്കും, കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാർഡ് വരുന്നതെന്ന് നോക്കാം. ഈ വൃശ്ചിക മാസം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഈ ഒരു മന്ത് നോക്കാം. ടവർ വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ചാരിയറ്റ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾക്കിത് റെസിനേറ്റ് ആണെങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണേ. ഫോർ ഓഫ് പെന്റക്കിൾസ്, കൂടുതലും പെന്റക്കിൾസിൻ്റെ എനർജി അല്ലേ? നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ്, ടെൻ ഓഫ് കപ്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് വൺസ്. ഇത്രയും കാർഡ്സാണ് എടുത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ടവറാണ്. ടവർ വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു കാര്യം നടക്കും. ഈ വൃശ്ചിക മാസം സ്റ്റാർട്ടിങ് തന്നെ അത് കാണും. അപ്പം അത് നല്ല കാര്യം തന്നെ, ഫിനാൻഷ്യലി ഉള്ളൊരു നല്ല കാര്യമായിരിക്കണം നടക്കുക. കാരണം ബാക്കി കാർഡ്സൊക്കെ അതുപോലത്തെ ഒരു ചാരിറ്റി വന്നേക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേടും. അപ്പം ഫിനാൻഷ്യലി എന്തൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്നൊരു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ടവർ വന്നിട്ടുണ്ട്. പിന്നെ പേജ് ഓഫ് പെന്റക്കിൾസ്, ഫിനാൻഷ്യലി ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും. നിങ്ങളെന്തോ കുറേ നാളായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ കൂടെ ആണെങ്കിൽ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യലി ഒരു സ്റ്റാർട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നോ കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പുതിയ തുടക്കമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ചാരിറ്റി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് കൊണ്ട് മുന്നേറുന്നുണ്ട്. എന്ത് കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് കുറേ കോമ്പറ്റീഷൻ പോലെയൊക്കെ കാണും, പക്ഷേ സക്സസ് നിങ്ങളുടെ കൂടെ ആയിരിക്കും എപ്പോഴും. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു നമ്മൾ പറയുമല്ലോ മൈൻഡ് പവർ, വിൽ പവർ ഒക്കെ ഈ ടൈമിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നും. ആ ഒരു കഴിവ് കൊണ്ട് എന്ത് കാര്യം, എത്ര വലിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്ത് വലിയ ഒരു വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. കാരണം അത്ര ഒരു കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു മന്ത് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഫിനാൻഷ്യലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുവാണ്. ഫോർ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പവറിലേക്ക് എത്തുന്നു. അപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു വൃശ്ചിക മാസം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരായിട്ടൊരു വരുന്നുണ്ട്.
പിന്നെ ഈ ഒരു പൈസയ്ക്ക് വേണ്ടി ഒരുപാട് വിഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനൊരു മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 4 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാരിറ്റും വന്നിട്ടുണ്ട്. നിങ്ങളുടെ സെൽഫ് പവറൊക്കെ കണ്ടെത്തി അതിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി നിങ്ങൾക്ക് അതിലൂടെ സക്സസ് നേടാൻ സാധിക്കും എല്ലാ കാര്യത്തിലും. ടവർ വന്നേക്കുന്നത് മാത്രം എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൃശ്ചിക മാസത്തിൽ സ്റ്റാർട്ടിങ് എന്താണ് സംഭവിച്ചതെന്ന്. നല്ല കാര്യമാണെന്ന് എനിക്ക് കാർഡ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് കാര്യം എന്തോ ആണ് നടക്കാൻ പോകുന്നത്. അതല്ല ഇനി ചിലപ്പം നിങ്ങളുടെ ടൈം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുടെ ഒരു ചേഞ്ച് പോലെ ചിലപ്പോൾ ഇനി ആർക്കെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യണം എല്ലാവരും. പിന്നെ അപ്പോൾ ഇത് വൃശ്ചിക മാസം സ്റ്റാർട്ടിങ് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് 9 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ്. ഇപ്പോൾ 9 ഓഫ് വൺസ് വന്നേക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം അതിനകത്ത് എന്തൊക്കെയോ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കുറേ ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ശത്രുക്കളെ പോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറി നിങ്ങളൊരു സമാധാനത്തിൽ അത് മുമ്പോട്ട് പോകേണ്ട വഴി നിങ്ങൾക്ക് ഡിവൈനായിട്ട് കാണിച്ചു തന്നു. അല്ലെ എന്താണ് നിങ്ങൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആ ചെയ്യേണ്ട അതേ കാര്യങ്ങൾ ഡിവൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അത് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നു. ഡിവൈൻ തന്നെ നിങ്ങളെ ആ ഒരു കാര്യത്തിന് മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ. അപ്പോൾ 9 ഓഫ് വൺസ് വന്നിരിക്കുന്നതാണ്. പിന്നെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിലാണ് ഇത്. സ്പിരിച്വലി ഒരുപാട് ഉയരുന്ന ടൈമാണിത്. പിന്നെ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ആ ഒരു ആഗ്രഹം തോന്നും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങൾ ഈ ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും നിങ്ങളുടെ സോളിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സോളിൻ്റെ ഇൻറ്റ്യൂഷൻ എന്താ അല്ലെങ്കിൽ സോളിൻ്റെ ആഗ്രഹം എന്താണെന്നൊക്കെ നമുക്ക് മെഡിറ്റേഷനിൽ നമുക്ക് ആ സോളിനോട് ചോദിച്ചാൽ അത് കിട്ടും. അപ്പോൾ അത് ആ ആഗ്രഹങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക. എന്ന് വെച്ചാൽ സോളിൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും. ഒരിക്കലും നമ്മുടെ മനസ്സ് പോലെ നമ്മളിങ്ങനെ നെഗറ്റീവ്സിലോട്ട് കൊണ്ടുപോകത്തില്ല. നമ്മുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പാത്തിലൂടെ തന്നെ നമ്മൾ കൂടുതലും പോകാൻ നോക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു വൃശ്ചിക മാസത്തിൽ കൂടുതലും എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ തന്നെ ചിലപ്പോൾ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ നിങ്ങളെ തോന്നിപ്പിക്കും. ആ ടൈമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ സോളിനെയൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഈ 9 ഓഫ് വൺസ് വന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ആ പോകേണ്ട പാത്ത് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾ ആ ഒരു ജേണിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഫാമിലി പരമായിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. ഫാമിലി എല്ലാവരുമായിട്ട്, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ അവർ എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹത്തോടിരിക്കും. ഒരു ആഘോഷം പോലെ ആയിരിക്കും. എല്ലാവരും കൂടുകയും നിങ്ങൾ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുക. അതുപോലെ അവരും നിങ്ങൾക്കും ഭയങ്കര സന്തോഷം തരികയും ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ലൈഫ് കാണും ഈ വൃശ്ചിക മാസത്തിൽ പകുതിയോടെ കൂടെ. പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അതൊക്കെ ഒന്ന് എൻഡ് ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു നല്ല തുടക്കമാണ് വരുന്നത്. അപ്പോൾ ഇതും കൂടെ തന്നെ 5 ഓഫ് സോഴ്സ് വന്നേക്കുന്നുണ്ട്. എന്തോ സ്വാർത്ഥമുള്ള ആൾക്കാർ കൂടെ ഉണ്ട്. അപ്പം അവരുടെ കാര്യത്തിലൊക്കെ ഒരു നല്ലതാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുന്നത്, അവരെ മാറ്റി നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതല്ല. കാരണം സ്വാർത്ഥമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു സൈക്കിളിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ എനർജി കൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഒരു തടസ്സങ്ങളായിരിക്കും. കാരണം അവരുടെ മനസ്സിലെപ്പോഴും അവർക്ക് ഇത്രയും നല്ല ഇതിലെത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം വരുമ്പോൾ നമ്മളെ ആ ഒരു നെഗറ്റീവ് ബാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോകുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പം സ്വാർത്ഥം നിറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ അവരെ ഒന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കുക. അത് നമ്മുടെ ആ ഒരു മുമ്പോട്ട് പോക്കിന് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡെത്ത് കാർഡും വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇനി അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തന്നെ മാറ്റുന്നതായിരിക്കാം. അങ്ങനെ ഒരു പുതിയ തുടക്കം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിന്നെ നൈറ്റ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു സക്സസ്സിലേക്ക് കുതിക്കുകയാണ്. എന്ത് കാര്യമായാലും
ഭയങ്കര കോൺഫിഡൻസ് വന്ന് മുമ്പോട്ട് പോകാൻ, അത് ഉറപ്പായിട്ടും അത് ലക്ഷ്യത്തിൽ സക്സസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രമാത്രം കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നേടാനും സാധിക്കും. എന്ത് കാര്യമായാലും ഈ ഒരു വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ആൾക്കാരും ഒക്കെ ഇത് മാറി കിട്ടുമ്പോഴത്തേനും എന്തെങ്കിലും തടസ്സങ്ങളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് എത്തും. പിന്നെ 401s വന്നിട്ടുണ്ട്. ഒരു മാരേജ് പങ്കെടുക്കാനോ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാരേജ് എന്തെങ്കിലും ഉറപ്പിക്കാനോ അങ്ങനെയൊക്കെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട് വൃശ്ചിക മാസത്തിൽ. എന്തെങ്കിലും റിലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കല്യാണം നോക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹത്തിന് ഉറപ്പിക്കുന്ന ടൈമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും നല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 2 of Cups വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കതും ഇത് റിലേഷൻഷിപ്പിൽ ഉള്ളവരുടെ ഒരു മാരേജിൻ്റെ കാര്യത്തിലൊരു അനുകൂലമായൊരു തീരുമാനം കാണും. ഒന്നീ മാരേജിൻ്റെ കാര്യത്തിലൊരു നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് അതിനൊരു സന്തോഷമായിരിക്കും കേട്ടോ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ളത്. കാരണം 2 of Cups വന്നിട്ടുണ്ട്, 401s ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കല്യാണത്തിൻ്റെ ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു 2 കാർഡാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഈ നൈറ്റ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് യാത്രയും കാണും. നല്ല യാത്രയായിരിക്കും കേട്ടോ. ഏതെങ്കിലും ജോലിയുടെ എന്തെങ്കിലും നോക്കി വിദേശത്ത് അങ്ങനെ ജോലി എന്തെങ്കിലും നോക്കുന്ന അവർക്കും അനുകൂലമാണ് ഈ ടൈം. അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ഒരു പേപ്പർ വർക്കൊക്കെ ശരിയാവുന്ന ആ ഒരു കാര്യം അനുകൂലമായി കിട്ടും. ആ കാര്യത്തിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിദേശത്ത് ജോലി നോക്കുന്നവരുടെ അങ്ങനെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ് ഈ ടൈമിൽ. പിന്നെ റിലേഷൻഷിപ്പിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു മാരേജോ അതിന് എന്തെങ്കിലും ഒരു വാക്ക് കൊടുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ബ്രേക്കപ്പായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം വരും. മിക്കതും ഇതാണ് മാരേജിൻ്റെ ഒരു കാര്യം വന്നിരിക്കുന്നുണ്ട്. കൂടുതലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരിക്കും, പോസിറ്റീവായ തീരുമാനമായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് വേണ്ടപ്പെട്ട ആരെങ്കിലും വ്യക്തികളുടെ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് എന്തായാലും സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല മക്കളെ. എല്ലാവർക്കും നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. വൃശ്ചിക മാസം എല്ലാവരും ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുക. ഫാമിലിയിൽ എല്ലാം സന്തോഷമുണ്ട്, ഫിനാൻഷ്യലി ഓക്കെ ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് പവർ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകാൻ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റോ ഇല്ലെങ്കിൽ അബ്രോഡ് അങ്ങനെയെങ്കിലും ദൂരദേശത്തൊക്കെ ഉള്ളവരെ അങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യാനോ റിയൂണിയനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും വീണ്ടും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞാണ് ഈ ഇത്രയും കാര്യം. നിങ്ങൾക്ക് വൃശ്ചിക മാസം എല്ലാം നല്ലതാണ്. ഈ ടവർ വന്നത് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ്. ഞാൻ ഈ കാർഡ് കണ്ടിടത്തോളം എല്ലാവർക്കും നല്ലൊരു എന്തോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക, അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതാണ് വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലത്തിൽ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ എനർജി. ഇത് ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. അപ്പോൾ ഇത് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മക്കളെ. താങ്ക് യു. നമുക്ക് പിന്നെ ശിവകാളി ഒറക്കൽ കാർഡ്സിൽ നമുക്കൊന്ന് എടുക്കാം. എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്, മഹാദേവൻ്റെയും കാളിയമ്മയുടെയും ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് എടുക്കുന്നത് കേട്ടോ. ശിവകാളി ഒറക്കൽ കാർഡ്സിൽ നിന്ന് നമുക്ക് 2 കാർഡ് എടുക്കാം. എന്തൊക്കെയാണ് മഹാദേവൻ്റെ ഭാഗത്തു നിന്നും ദേവി അമ്മയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരാനുള്ള മെസ്സേജ് നോക്കാം. കാമകലാകാളി കേട്ടോ, നിങ്ങൾക്ക് വെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻസ്
ദേവിയുടെ ബ്ലെസ്സിങ്സും ഉണ്ട്. നിങ്ങളുടെ വെൽത്തിനും പ്രൊട്ടക്ഷനും എന്തൊക്കെയാണോ പുറമേ ഉള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന്, ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലായാലും പുറമേ ഉള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ശത്രുത കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു കാര്യത്തിന് തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ വെൽത്തിനും പ്രൊട്ടക്ഷനും അത് മാറുന്നു. ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇനി അത് നിങ്ങൾക്ക് അനുകൂലമായി വരും. അമ്മയുടെ ഒരു ബ്ലെസ്സിങ്സും ഉണ്ട്. മഹാദേവൻ്റെയും കൂടെ ഒരെണ്ണം എടുക്കാം, അല്ല കാർഡ് എടുക്കാം. മഹേശ്വർ ബ്ലെസ്സിങ്സ് ഓഫ് പീസ്. ഓക്കെ, എല്ലാവർക്കും ഒരു സമാധാനത്തിലേക്ക് ഈ ഒരു വൃശ്ചിക മാസം അപ്പോൾ നിങ്ങൾക്ക് വെൽത്തും പ്രൊട്ടക്ഷനും ഒക്കെ ദേവിയായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. മഹാദേവനാണെങ്കിൽ ബ്ലെസ്സിങ്സ് ഓഫ് പീസ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ ഈ കാർഡ്സൊക്കെ കണ്ടിട്ട്. വൃശ്ചിക മാസത്തിൽ എല്ലാവരും ഇങ്ങനെ ഇതേ നല്ലൊരു പോസിറ്റീവ് എനർജിയിലിരിക്കുക. ഓക്കെ മക്കളെ, ദേവിയുടെയും മഹാദേവൻ്റെയൊക്കെ അനുഗ്രഹം എല്ലാവർക്കും നിറഞ്ഞേക്കട്ടെ. താങ്ക് യു മക്കളെ.